14 ജില്ലകളിൽ തീരദേശമില്ലാത്ത ഒരു ജില്ല. കേരളത്തിന്റെ കലവറ, കരിമ്പനകളുടെ നാട് എന്നീ വിശേഷണങ്ങൾ ഏറ്റുവാങ്ങിയ ജില്ല. പാലക്കാടിന് പറയാനുണ്ട് ഒരുപാട് കഥകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ സംഗീതജ്ഞർ തങ്ങളുടെ വിജയത്തിന്റെ ഒരു ഭാഗം പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമത്തോട് കടപ്പെട്ടിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, തത്തമംഗലം എന്നീ പ്രദേശങ്ങൾക്ക് സമീപമുള്ള പെരുവെമ്പ് എന്ന ഈ കൊച്ചു ഗ്രാമത്തിന് പറയാനുള്ളത് വാദ്യമേളങ്ങളുടെ കഥയാണ്. പൈതൃക ഗ്രാമമായ പെരുവെമ്പിന് താളവാദ്യോപകരണ നിർമ്മാണത്തിൽ 200 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. മെയിൻ മത്തളമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തിമിലവട്ടം ഉണ്ടാക്കി കൊടുക്കും, ചെണ്ടവട്ടം വേണമെങ്കിൽ ചെണ്ടവട്ടം ഉണ്ടാക്കി കൊടുക്കും, ഇടയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇതേ അറിയുള്ളൂ ഞങ്ങൾക്ക്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ തൊഴിലാണ് ചെയ്യുന്നത്, മതളം വർക്ക്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ചേട്ടൻ, എൻ്റെ അനിയൻ, ഞാൻ, 10 ചെറിയച്ഛൻ്റെ മോൻ മണികണ്ഠൻ, 4 വീട്ടുകാരാണ് ഇപ്പോൾ ചെയ്യുന്നത്. മൃദംഗം, മദ്ദളം, തബല, തിമില, ചെണ്ട, ഇടക്ക എന്നിവ നിർമ്മിച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള സംഗീത കച്ചേരികൾക്ക് മാറ്റുകൂട്ടുകയാണ് ഈ ഗ്രാമത്തിലെ ഒരുപറ്റം ജനങ്ങൾ. ഇതിന് പിന്നാലെ പഠിക്കാനായിട്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ കുടുംബക്കാരല്ലാതെ കണ്ട് വേറെ പുറമേ നിന്ന് ഒരാളും വന്നിട്ടില്ല. ഫാമിലി അല്ലാതെ വേറെ ആള് വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് ഹാർഡ് വർക്കാണ്, പിന്നെ സീസൺ വർക്കാണ്. നമുക്കിപ്പോൾ ഈ സീസണിൽ മാത്രമേ വർക്കുകൾ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ മെയ് കഴിഞ്ഞാൽ മഴക്കാലം ആയാൽ വർക്ക് കുറയും. പിന്നെ ഒരു 5-6 മാസം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം. അപ്പോൾ ഈ വർഷക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഇത് തോല് ഉണക്കാനോ ഇതിൻ്റെ വർക്കുകൾ ചെയ്യാനോ പറ്റില്ല. തോല് ഉണങ്ങി കിട്ടില്ല, ഇതേമാതിരി വട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഉണങ്ങാൻ പ്രയാസമാണ്. കാലവർഷം കഴിഞ്ഞ് മാനം തെളിഞ്ഞാൽ മദ്ദളം വർക്കേഴ്സ് പണിത്തിരക്കിലാണ്. തെളിഞ്ഞ കാലാവസ്ഥയും സൂര്യപ്രകാശവും മദ്ദള നിർമ്മാണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. എരുമ, പശു, കാള മുതലായ നാൽക്കാലികളുടെ തുകൽ ശേഖരിക്കുക എന്നതാണ് നിർമ്മാണത്തിലെ ആദ്യത്തെ വേല. ഇത് പച്ചത്തോലാണ്. പച്ചത്തോല് കൊണ്ടുവന്നിട്ട് നമ്മളത് വലിച്ച് തറച്ച് ക്ലീൻ ചെയ്ത്, അതിൽ നിറയെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മൊത്തം ക്ലീൻ ചെയ്തെടുത്ത് ഉണങ്ങിയ ശേഷം അങ്ങനെ 2 ദിവസം ഫുള്ളായി ഉണങ്ങണം. അതിപ്പോൾ മാട്ടും തോലായാലും ശരി, എരുമത്തോലായാലും ശരി, പോത്തും തോലായാലും ശരി, 2 ദിവസം ഫുള്ളായി ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ ആവശ്യക്കാർ വന്ന് ഇവിടെ നിന്ന് വന്ന് മേടിച്ചിട്ട് പോകും. നമുക്ക് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ട വരാൻ പാടില്ല. ഓട്ടയോ കത്തി കൊണ്ട് ഇങ്ങനെ വരയോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം വേസ്റ്റ് ആവും. ഇത് മഴ സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല. ഈ നല്ല വേനലിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ തോലെടുക്കില്ല. തോലെടുത്ത സമയത്ത് ചിലപ്പോൾ നമ്മളിതുപോലെ തറച്ചൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ വന്ന് ഉണങ്ങാൻ പറ്റാതായ സ്മെല്ല് വരും. അപ്പോൾ പിന്നെ അത് നമ്മുടെ പണിക്ക് പറ്റില്ല. സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഇത് എത്ര ഉണങ്ങിയാലും ആ സ്മെല്ല് പോകില്ല. അതേ സ്ഥാനത്ത് കൊണ്ടുവന്ന് വെയിലത്ത് തറച്ച് ഉണക്കി ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് സ്മെല്ല് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിപ്പോൾ ഉണങ്ങിയില്ലെങ്കിൽ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് മാർക്കറ്റിൽ തന്നെ അവർ ഉപ്പിട്ടിട്ട് തിരിച്ചു കൊണ്ടുപോകും. ചെത്തിക്കടഞ്ഞെടുത്ത പ്ലാവിൻ തടി കുറ്റിയായി പരുവപ്പെടുത്തി വെയിൽ കൊണ്ടുണങ്ങി ശക്തിയാർജിച്ച മാടിൻ തുകലുമായി കൂട്ടിക്കെട്ടി മെടഞ്ഞെടുത്ത് കൊട്ടിയാൽ പലവിധ നാദസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന മദ്ദളമായി രൂപാന്തരപ്പെടാൻ ഏകദേശം വേണ്ടത് 1 മാസവും 3 ആൾ ബലവും. ഏകദേശം ഞങ്ങളിത് ഒരു 2 മദ്ദളത്തിന്റെ 2 വശമുള്ളത്, ഇടന്തലയും വലന്തല എന്നുള്ള വട്ടങ്ങളാണ് ഉള്ളത്. അത് ഒരു ഇടന്തല വട്ടം കുത്തിയായി കഴിഞ്ഞാൽ അത് കുത്തുക എന്ന് പറഞ്ഞാൽ ഈ മെടച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. ഈ മെടച്ചിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച സമയമെങ്കിലും ഉണങ്ങാനായിട്ട് സമയമെടുക്കും. അത് കഴിഞ്ഞാൽ അടുത്തത് ഈ വലന്തല എന്ന് പറയും. ഈ വലന്തല കുത്തി അതേപോലെ തന്നെ മുദ്ര കുത്തി എടുത്ത് വരുമ്പോൾ ഒരാഴ്ച സമയം, ഉണങ്ങിയെടുത്ത് വരുമ്പോൾ ഒരാഴ്ച, അങ്ങനെ 2 ആഴ്ച ഇത് ഉണങ്ങാൻ തന്നെ സമയം വേണ്ടി വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കൊണ്ട് ഇതിന്റെ ഫുൾ ഇതിനകത്ത് വലന്തല എന്ന് പറഞ്ഞത് കാണി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ അത് മദ്ദളത്തിന് നിലവ് നിൽക്കുകയുള്ളൂ.
കാണി കുത്തി അത് ചോറിട്ട് വലിക്കുക എന്നുള്ളതാണ് പിന്നെ ലാസ്റ്റിലെ പണി. അതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഏകദേശം 1 മാസം സമയമാണ് ഞങ്ങൾ ഒരു മദ്ദളം ചെയ്യാനായിട്ട് എടുക്കുന്നത്. കേരളത്തിലെ ഒരേയൊരു മദ്ദള നിർമ്മാണ പാരമ്പര്യമുള്ള കുടുംബമാണ് പെരുവമ്പിലെ താളത്തിന് മാറ്റുകൂട്ടുന്നത്. തലമുറകളായി കൈമാറി വന്ന ഈ പാരമ്പര്യ തൊഴിൽ ഇന്നും ഈ ചേട്ടാനിയന്മാർ കാത്തുസൂക്ഷിക്കുന്നു. വേറിട്ട് ഞങ്ങള് 3 ഏട്ടനനിയന്മാരുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഞങ്ങളങ്ങനെ വേറിട്ട് ഇരിക്കണമെന്ന് മാത്രമേ. ഇതിപ്പോ അധികം ചെയ്യാനായിട്ട് ആരും ഇല്ല. ഇപ്പോ വേറെ എന്തൊരു ഇൻസ്ട്രുമെന്റ് ആയാലും നമുക്ക് ഏത് രാജ്യത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ ഇന്ത്യയിലല്ല പുറത്തായാലും വേറൊരു ഇൻസ്ട്രുമെന്റ് ഇത് നമുക്ക് വാദ്യോപകരണം എന്തും കിട്ടും. ഈ ഒരു വാദ്യോപകരണം എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്ന് ഇപ്പൊ ആദ്യം കാലങ്ങളിൽ തൃശ്ശൂര് പാലക്കാടായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ തൃശ്ശൂർ നാമാവിശേഷമായി. അവിടെ ആ ഭാഗത്ത് ഇപ്പൊ ആരും ചെയ്യുന്നവരില്ല. കാരണം ഇതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെയാണ്. ഇത് കായികമായിട്ടും ശാരീരികമായിട്ടും നല്ല അധ്വാനമുള്ളതുണ്ട്. മാത്രമല്ല നമുക്ക് ഒരാളെ തൃപ്തിപ്പെടുത്തി വിടാൻ നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ആ പാരമ്പര്യമായിട്ട് തലമുറകൾ ഇപ്പൊ എന്റെ മോനുണ്ട്, അയാൾ വരുന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ തലമുറകൾ വരാൻ കുറവാണ്. പാലക്കാട് ടൗണിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള പെരുവമ്പിൽ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ മദ്ദളം നിർമ്മിക്കുന്നത്. പെരുവമ്പിൽ നിന്നും നിർമ്മാണ വിദ്യകൾ മനഃപ്പാഠമാക്കി കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ പോയി നിർമ്മിക്കുന്നവരുടെ എണ്ണവും വളരെ ചുരുക്കമാണ്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഓരോരുത്തരും വന്ന് പഠിച്ചു പോയി. എറണാകുളം, വൈക്കത്ത്, ഷൊർണൂര്, നമ്മറിയിലൊക്കെ അവരൊക്കെ ഇവിടെ നിന്ന് പണി പഠിച്ചു പോയ ആൾക്കാർ അവിടെ പണിയെടുക്കുകയാണ്. നിർമ്മാണത്തിൽ അഗ്രഗണ്യരാണെങ്കിലും മദ്ദളത്തിന്റെ താളമികവെല്ലാം ഉൾക്കൊണ്ട് കൊട്ടുവാനുള്ള പരിശീലനം നിർമ്മാതാക്കൾ സ്വായത്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും പല താളത്തിലുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന വലംതലവട്ടം പാകപ്പെടുത്തിയെടുക്കാൻ ഇവർക്ക് ഒട്ടും തന്നെ പ്രയാസവുമില്ല. കൊട്ടാരൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. നമ്മുടെ അനിയൻ തൽക്കാലം കൊട്ടാരം ശിവാശാന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, മാർഗീയ കഥകളി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥാപനങ്ങളിൽ പഠിച്ചാലേ വല്ലതും കൊട്ടാരാവും. അല്ലാണ്ട് നമുക്ക് കൊട്ടാരൊന്നും അറിയില്ല. നമുക്ക് സാധനം ഉണ്ടാക്കി അതിൻ്റെ നാദം നോക്കി പാർട്ടിക്ക് വരുമ്പോൾ എടുത്തു കൊടുക്കാൻ കഴിയും. ഇതിന് മാടണമെങ്കിൽ പശുന്തോല് വേണം. ഇതിനൊക്കെ ചീകി പാകപ്പെടുത്തിയത് മാടണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്, എളുപ്പമല്ല. ചെണ്ടവട്ടമായിട്ട് അവർ കൊട്ടുമ്പോൾ നല്ല സുഖമാണ് കേൾക്കാൻ. അത് ഉണ്ടായി വരണമെങ്കിൽ നല്ല പാടാണ്, എളുപ്പമൊക്കെ സാധിക്കില്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഇവരുടെ കുടുംബ പേര് പോലും നാമാവശേഷമാക്കിക്കൊണ്ട് മദ്ദളം വർക്കേഴ്സ് എന്ന വിശേഷണത്തിൽ ഇവർ അഭിമാനം കൊള്ളുന്നു. നല്ലൊരു വർക്കാണ്. നമുക്ക് അഭിമാനം കൊള്ളുന്ന, എവിടെ പോയാലും ഞാൻ മതമണിക്കാരനാണ് പറഞ്ഞ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അറിയപ്പെടും. നേരത്തെ മതമണി അറിയില്ല. ഒരു സിനിമ സ്റ്റാർ ആണെന്നപ്പോൾ തന്നെ നമ്മൾ എവിടെ പോയപ്പോ ഉത്രാളിക്കാവ് പോലും നടക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയി നമുക്കൊരു പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കാനോ അതിൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിക്കാൻ എത്ര പേർക്കുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലാവുന്നുണ്ട്, ഇഷ്ടംപോലെ ജനങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ തനിയെ വിളിച്ചുകൊണ്ട് വരും. തൊഴാനുള്ള സൗകര്യം നമുക്ക് ഹിന്ദുവായപ്പോൾ തൊഴാനുള്ള സൗകര്യം നമുക്ക് എന്താ വേണ്ടത്? ഗുരുവായൂരപ്പൻ്റെ കാണാനുള്ള സൗകര്യം അതൊക്കെ കണ്ണൂർ പോയി കഴിഞ്ഞാൽ കർഷകടകളിൽ എല്ലായിടത്തും ആൾക്കാരുണ്ട്. പിന്നെ കൊണ്ട് നമുക്ക് നമ്മൾ പണിയുന്നതിനും അഭിമാനമുണ്ട്, ചെയ്യുന്നതിന് നമുക്കൊരു ദൈവാനുഗ്രഹമുണ്ട്. ഒറ്റനോട്ടത്തിൽ സാമ്യം തോന്നുമെങ്കിലും മദ്ദളത്തിനുമുണ്ട് വകഭേദങ്ങൾ. നിർമ്മാണത്തിലെ വ്യത്യാസവും ശബ്ദങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും മദ്ദളങ്ങളെ ഓരോ വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. ഇത് തൊപ്പിമദ്ദളം, ശുദ്ധമദ്ദളം, വീരമദ്ദളം, ഈ 3 ഐറ്റംസ് ഉണ്ട് ഇതിൽ. വീരമദ്ദളം ഞാൻ തിരുവനന്തപുരത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ശുദ്ധമദ്ദളം പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ശുദ്ധമദ്ദളം. പിന്നെ ഒന്നാണ് തൊപ്പിമദ്ദളം, അത് ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണാട്ടം കളിക്ക് ഉപയോഗിക്കുന്നത്. 2 തലയും ഒരേ വീച്ചിട്ടാണ്. പക്ഷെ മഷി ഇടുന്നത് വലന്തലയിൽ, നമ്മൾ ഇടന്തലയിൽ മഷി ഇടും. 2 തലയിൽ മഷി ഇടും. അതിൽ ഒരു തലയിലല്ല, 2 വശത്തും മഷി ഇടുന്നതാണ് ഇത് മാത്രം തൊപ്പിമദ്ദളം പറയുന്നത്. അത് കൃഷ്ണാട്ടം കളിക്ക് മാത്രം ഉപയോഗിക്കുന്നത്. പിന്നെ അടിയന്തര മദ്ദളം പറഞ്ഞാൽ അമ്പലത്തിൽ ശിവേലിക്ക്, ഗുരുവായൂർ അമ്പലത്തിൽ ശിവേലിക്ക് ഇടുന്നത് കഴുത്തി കൂടി ഇട്ട് കൊട്ടുന്നതാണ് അടിയന്തര മദ്ദളം. അത് നിത്യേന അമ്പലത്തിൽ വേണം, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഉദാഹരണമാണ്. അടിയന്തരം പറഞ്ഞാൽ നിത്യേന കഴിയുന്നതാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഒരാൾക്ക് അവിടെ നിന്ന് അതിന് മുടക്കാൻ പറ്റില്ല. അടിയന്തര മദ്ദളം പറയുന്നത് അതാണ്. ശാരീരികാധ്വാനത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും താല്പര്യപ്പെടാൻ കഴിയാതിരിക്കുമ്പോഴും തങ്ങളുടെ തൊഴിലിനോടുള്ള ഇഷ്ടവും താല്പര്യവും ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ലെന്നാണ് ഇവർക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്. ഞാൻ ഈ പണി ഇഷ്ടപ്പെട്ടു തന്നെയാണ് എത്രയും കാലം ഇതിൽ
കുറെ പണിക്ക് പോയിരുന്നു, പക്ഷെ എല്ലാ പണിക്ക് പോയതും ഈ പണി തന്നെ വന്നു, റിട്ടേൺ വന്നു തന്നെ. ഇപ്പൊ കുറെ കമ്പോർഡ് വർക്കിലേക്ക് പോയതൊന്നും പിന്നെ ഈ പണിയിൽ മതി, ഈ പണി കയറി. പല വാദ്യമേളങ്ങൾക്കും ഒട്ടനവധി മാറ്റങ്ങൾ അതിന്റെ നിർമ്മാണത്തിലും ഉപയോഗത്തിലും വന്നിട്ടുണ്ടെങ്കിലും പെരുവെമ്പിലെ മദ്ദളം വർക്കേഴ്സ് പാരമ്പര്യമായി കിട്ടിയ മാതൃകയിലല്ലാതെ മദ്ദളം നിർമ്മിക്കാറില്ല. അച്ഛനപ്പൂപ്പന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ അറിവിൽ മായം ചേർക്കാനോ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താനോ സാങ്കേതികവിദ്യ പ്രസരിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും അവർ തയ്യാറല്ല എന്നുള്ളതാണ് പെരുവെമ്പിലെ വാദ്യോപകരണങ്ങൾക്ക് പ്രിയമേറാനുള്ള കാരണങ്ങളിൽ ഒന്ന്. മദ്ദളത്തിന്റെ താളമേളങ്ങൾ കേട്ട് വളർന്ന ഇവർക്ക് പറയാനുള്ളതും മദ്ദളത്തിന്റെ കഥകൾ മാത്രമാണ്. ചെണ്ടയിലായിക്കോട്ടെ, ഫൈബറിന്റെ എല്ലാത്തിനും വാദ്യോപകരണത്തിലും എല്ലാത്തിനും ഫൈബറിന്റെ ഓട്ടങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇതിൽ ഫൈബറിന്റെ ഓട്ടം വന്നിട്ടില്ല. ഇതിൽ ലെതർ മാത്രം ഒന്ന് വാറിന്റെ ഒന്ന് പ്ലാസ്റ്റിക് ആയി, ലെയ്ലോണായി. ബാക്കി ഇതിലൊന്നും അതേപോലെ ഈ ചില്ലുകള്, ഈ മുദ്രകള്, ഇതിനൊന്നും ഒരു മാറ്റവും വന്നില്ല. അതേ പഴയ കാലത്തുള്ള പോലെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ട് വരുന്നത്. ഇതിനൊരു മാറ്റം വരുത്തേ ഞാൻ 15 വർഷമായി പണികൾ. പിന്നെ തല പോയി ഞാൻ ആലോചിച്ചു, പിന്നെ എന്തെങ്കിലും നമുക്കൊരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യം അവർ പൊട്ടുന്ന ആൾക്കാരേക്കും ഒരു അധ്വാനം കുറയ്ക്കാനും നമുക്കും അവർ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ മദ്ദളം വലിക്കണമെങ്കിൽ അവർ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. നമ്മൾ പണിത് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അവർ ഇങ്ങോട്ട് തന്നെ വരണം. 25 കിലോയോളം ഭാരം വരുന്ന മദ്ദളം നിർമ്മിക്കൽ താരതമ്യേന സാമ്പത്തിക ചിലവുള്ളതും കഠിനാധ്വാനവും ആവശ്യപ്പെടുന്ന ഒന്നാണ്. മഴക്കാലമായാൽ ഉപയോഗിച്ചിരിക്കുന്ന തുകലിൽ പൂപ്പൽ പിടിപെടലും സർവ്വസാധാരണം. ഇങ്ങനെ കേടുപാടുകൾ പറ്റിയ മദ്ദളങ്ങൾ മിനുക്കിയെടുക്കണമെങ്കിൽ അതിന്റെ നിർമ്മാതാക്കളെ സമീപിക്കാതെ രക്ഷയില്ല. നിർമ്മാണം പൂർത്തിയാക്കിയ മദ്ദളങ്ങൾക്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതും ഭാരമേറിയ ഒരു ജോലി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഉയർന്ന പരിപാലനം ആവശ്യപ്പെടുന്നതിനാലാവണം പെരുവെമ്പുകാരുടെ ഉപഭോക്താക്കളെല്ലാം വർഷങ്ങളായി അവരെ സമീപിക്കുന്നവർ മാത്രമാണ്. പരമാവധി ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞത് പിന്നെ രണ്ടാമത് അഴിക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് അഴിച്ചിടാൻ പറ്റില്ല. ഒരു ശബ്ദം പോയി കഴിഞ്ഞാൽ ഇടനിലേക്ക് ഒരു ശബ്ദം പോയി കഴിഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യം ഇതിന് മഷി ഇടും. മഷി പറഞ്ഞ സാധനമുണ്ട്, ചോറ് മതത്തിൽ മഷിക്കണം. അത് 2 പ്രാവശ്യം മഷി മാറ്റിയിടും. ചോറിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദവും ക്ലിയർ ആണ് പറഞ്ഞാൽ പിന്നെ അങ്ങനെ സെറ്റാവും. പരമാവധി ഇത് സെറ്റായി കഴിഞ്ഞാൽ അഴിക്കേണ്ട വരില്ല. ഇത് മദ്ദളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് വലന്തല എന്ന് പറയുന്നത് ഇടത് കൈ കൊണ്ടാണ് ഇതിന് കൊട്ടുന്നത്. ഇടന്തല എന്ന് പറയുന്നത് വലത് കൈ കൊണ്ടാണ് ഇത് കൊട്ടുന്നത്. അപ്പം ഇതിന്റെ പ്രത്യേകത ഇടന്തലയിൽ ഉണ്ടാവുന്ന ഒരേ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. ഈ വലന്തയ്ക്ക് ഉണ്ടാവുന്നത് 4 തരം ശബ്ദങ്ങളാണ് ഇതിന് കേൾപ്പിക്കുക. കിടതകിണ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഉച്ചാരണ ശൈലി വരുന്നത് ഈ വലന്തലയിലുള്ള ഈ ശബ്ദസ്വരങ്ങളാണ് അതെങ്ങനെ വരാനുള്ള സാധ്യത. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സംഗീത കച്ചേരികളിൽ പെരുവെമ്പിലെ വാദ്യോപകരണങ്ങളുടെ പങ്ക് ഏറെ വലുതാണ്. കാലമിത്ര കഴിഞ്ഞിട്ടും പാരമ്പര്യം കൈവിടാതെ മദ്ദളങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ഈ കുടുംബം തുടരുകയാണ്. ഇവരുടെ ജീവിതതാളം തന്നെ ഈ തൊഴിലിനോട് കടപ്പെട്ടിരിക്കുന്നു. ഓരോ സംഗീത കച്ചേരികളിലും സ്ഥിര സാന്നിധ്യമായ മദ്ദളങ്ങൾ കൊട്ടിപ്പാടുമ്പോൾ ആ കൊട്ടിനൊത്ത് പെരുവെമ്പും താളം പിടിക്കുന്നു. പെരുവെമ്പും കൊട്ടിക്കൊണ്ടേയിരിക്കുന്നു.